അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവേ, ഇരുവാഴ്ചലയുള്ള ഏതു വാളിനേക്കായാലും മൂർച്ചയുള്ള പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ച മാംസങ്ങളെയും വിടുവിക്കുന്നത് വരെ തുളച്ചു കയറുന്ന ദൈവവചനം അടിയനോടും സംസാരിക്കണമേ. നിന്റെ ജനത്തോടും ഇടപെടണമേ. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ ദൂതന്മാരും അവരുടെ ശുശ്രൂഷകളും എന്നൊരു ഭാഗത്തിലേക്ക്, ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അതിനാധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103 അധ്യായം 20 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേ. Bless the Lord, you his angels who excel in strength, who do his word, heeding the voice of his word. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ സൈന്യമാണ് അവന്റെ ദൂതന്മാർ. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ഈ വിഷയം ഒരു സെഷൻ കൊണ്ടോ 1 മണിക്കൂറുള്ള ഒരു സഭായോഗം കൊണ്ടോ അവസാനിക്കുന്നില്ല. എത്ര ആഴമേറിയ ഒരു വിഷയമാണ് ഇതെന്ന് കുറച്ചും കൂടെ കഴിയുമ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമ പുസ്തകങ്ങളിൽ 108 തവണയും പുതിയ നിയമ പുസ്തകത്തിൽ 165 പ്രാവശ്യവും പൂർണ്ണ ബൈബിളിൽ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ പൂർണ്ണ തിരുവെഴുത്തിൽ 273 തവണയും ദൈവദൂതന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട്. എബ്രായ ഭാഷയിൽ മലക് എന്നും ഗ്രീക്ക് ഭാഷയിൽ ഏഞ്ചലോസ് എന്നും മലയാളത്തിൽ ദൂതന്മാരെന്നും ഇംഗ്ലീഷിൽ ഏഞ്ചൽസ് എന്നും വിളിക്കപ്പെടുന്ന ദൂതസഞ്ചയം, ദൈവദൂത സൈന്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൂതന്മാരെ കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉയർത്തേണ്ടത് ദൈവത്തെയാണ്, ഉയർത്തേണ്ടത് യേശുക്രിസ്തുവിനെയാണ്, ഉയർത്തേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെയാണ്, പുത്രനെയാണ് ഉയർത്തേണ്ടത്. പക്ഷേ ഇത്ര ആഴമായി, ഇത്ര സവിസ്തരമായി ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവദൂതന്മാരെ കുറിച്ച്, അവരുടെ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. പഴയ നിയമത്തിൽ 108 തവണയും പുതിയ നിയമ പുസ്തകത്തിൽ 165 പ്രാവശ്യവും പൂർണ്ണ ബൈബിളിൽ 273 തവണയും ഈ വിഷയം പരാമർശിക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവം അതിന് പ്രാധാന്യത കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നത് ഒരൊറ്റ വാക്യമേ ഉള്ളൂ. ഇത്ര വലിയ ഭൂമി, ഇത്ര വലിയ ആകാശം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ട് കേവലം ഒരു വാക്കിനകത്ത് അത് ഒതുക്കിയെങ്കിൽ 273 തവണ തൻ്റെ സൈന്യത്തെക്കുറിച്ച്, തൻ്റെ ദൂതസഞ്ചയത്തെക്കുറിച്ച് ഈ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ നമുക്കത് വിസ്മരിച്ച് കളയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്താണ് ഇവിടെ നാം വായിച്ചത്? ദൈവവചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ വചനം കേട്ട് ആ ദൈവവചനത്തിനൊത്ത
ഒത്തവണ്ണം ദൈവത്തിൻ്റെ ആജ്ഞയാൽ മൂവ് ചെയ്യുന്ന, ചലിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ നിങ്ങൾ യഹോവയെ വാഴ്ത്തുവിൻ. ഞാൻ ഈ മെസ്സേജ് ഇന്ന് പ്രസംഗിക്കുമ്പോൾ ദൂതനെ ഉയർത്തുകയല്ല. ഈ വിഷയം കേൾക്കുമ്പോൾ ഒരു കാര്യം ഇന്ന് കൺഫേംഡ് ആകും: ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം എത്ര വലിയവനാണ് എന്ന്. അവൻ്റെ സൈന്യത്തിൻ്റെ അധികാരം, അവൻ്റെ സൈന്യത്തിൻ്റെ പ്രവൃത്തി, അവൻ്റെ സൈന്യത്തിൻ്റെ ശക്തി, അവൻ്റെ സൈന്യത്തിൻ്റെ അതിശക്തമേറിയ മൂവ്മെന്റുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സൈന്യാധിപൻ ആരാണ് എന്നുള്ളത് എത്ര ശക്തമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പം ദൈവദൂതന്മാരെക്കുറിച്ചും അവരുടെ പ്രവർത്തികളെക്കുറിച്ചും വായിക്കുമ്പം എൻ്റെ അകത്ത് കയറി വന്ന ഏറ്റവും വലിയൊരു ചിന്ത, എൻ്റെ ദൈവമേ നീ എത്ര വലിയവനാണ് എന്ന യാഥാർത്ഥ്യമാണ്. എൻ്റെ ദൈവമേ നീ എത്ര ശക്തനാണ്. കേവലം മനുഷ്യ, നീ എന്താണ് ദൈവത്തിൻ്റെ മുൻപിൽ? ഞാനും നിങ്ങളും ഒന്നും അല്ല എന്നൊരു ബോധ്യമാണ് ഈ വചനധ്യാനത്തിങ്കൽ എനിക്ക് കിട്ടിയത്. അത് നിങ്ങൾക്കും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ത്യയുടെ ആർമി ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവർ ഭാരത രാജ്യത്തിന് വേണ്ടി സമർപ്പിതരായിരിക്കുന്നു. അവരുടെ ജീവനെയും അവരുടെ പ്രാണനെയും അവരുടെ കുടുംബത്തെയും ഒന്നും ഓർക്കാതെ നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമ്മുടെ സൈന്യം പോരാടുന്നു. നമുക്കവരോട് ബഹുമാനമുണ്ട്. വിശേഷാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൈന്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭാരതത്തിലെ സൈന്യാധിപന്മാർക്ക് വേണ്ടിയും സൈന്യത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. പക്ഷേ ഇന്ത്യൻ മിലിറ്ററി ഒരിക്കലും, ഭാരതത്തിൻ്റെ ആർമി ഒരിക്കലും, ഭാരതത്തിൻ്റെ അധികാരികൾ നിയോഗം കൊടുക്കാതെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ല. എപ്പോഴും ആ സൈന്യം അതാത് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതും കാവൽ നിൽക്കുന്നതും. അമേരിക്കൻ ആർമി അമേരിക്കയ്ക്ക് വേണ്ടി പൊരുതുന്നു. അമേരിക്കൻ ആർമി അമേരിക്ക എന്ന രാജ്യത്തിന് സമർപ്പിതരായിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ദൂതന്മാരും. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ രാജ്യത്തിനായി പോരാടുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവരാജ്യത്തിലുള്ള പ്രജകളെ, ജനത്തെ സംരക്ഷിക്കുവാനായി പ്രവർത്തിക്കുന്നു. 24 മണിക്കൂറും യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന, ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന പൈശാചിക സൈന്യത്തോട് അവർ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. ദൈവദൂതന്മാർ ദൈവരാജ്യത്തിനകത്ത് യുദ്ധം ചെയ്യുമ്പോൾ, തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ, അതൊരു പ്രത്യേക സീസണല്ല, അതൊരു പ്രത്യേക അനൗൺസ്മെന്റിലൂടെയല്ല, അതൊരു പ്രത്യേക കാലഘട്ടമല്ല. എല്ലാ സമയങ്ങളിലും, എല്ലാ മണിക്കൂറുകളിലും, എല്ലാ ദിനരാത്രങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയാത്ത ആ ദൃശ്യമണ്ഡലങ്ങളിൽ അവർ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ സ്തുതിയും നമ്മളുടെ ആരാധനയും നമ്മുടെ വിശ്വാസവും നാം പറയുന്ന അന്യഭാഷകളൊക്കെ നമുക്ക് വേണ്ടി അദൃശ്യമണ്ഡലത്തിൽ പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യുന്ന ദൈവദൂതന്മാരുടെ കരത്തിന് കരുത്തു പകരുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. ദൈവദൂതന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൈന്യമാണ്, യഹോവയുടെ ആർമിയാണ് എന്നുള്ളത്. 148 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അത് ആരംഭിക്കുന്നത്, അവിടെ ഒരു പദം കിടപ്പുണ്ട്, അവൻ്റെ സർവ്വ സൈന്യവുമേ യഹോവയെ വാഴ്ത്തുവീൻ എന്ന്. ആ വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പീൻ. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ ദൈവത്തെ സ്തുതിക്കുവിൻ,
അവന്റെ സർവ സൈന്യവുമേ അവനെ സ്തുതിപ്പീൻ. അതെ, ദൈവത്തിന്റെ സൈന്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സൈന്യം ഇത്ര ശക്തമാണെങ്കിൽ സൈന്യാധിപൻ എത്ര ശക്തനായിരിക്കും. ഹല്ലേലൂയ. എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും ഞാൻ എൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു. തിരുവെഴുത്തുകൾക്കകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സ്ഥാനവും അവരുടെ പൊസിഷനുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് ഓർഡറിൽ പറഞ്ഞിട്ട് വേണം എനിക്ക് ചില പ്രധാന ഭാഗങ്ങളിലേക്ക് വരുവാൻ. 5 നിലയിലുള്ള ദൈവദൂതന്മാരെ കുറിച്ച് പൊതുവായി വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. ഒന്ന്, ആർക്കേഞ്ചൽസ്. ആർക്കേഞ്ചൽസ് എന്ന് പറയുന്നത് പ്രധാന ദൂതന്മാരാണ്. ഇന്ന് ജിജിമോൻ പാസ്റ്റർ ഒരുപാട് വാക്യങ്ങൾ വായിക്കേണ്ടി വരും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നാമത്തെ കാറ്റഗറി ആർക്കേഞ്ചൽസ്. രണ്ടാമത്തെ കാറ്റഗറി സാറാഫുകൾ. ദൂതന്മാരിൽ മൂന്നാമത്തെ കൂട്ടം കെരൂബുകളാണ്. നാലാമത്തെ കൂട്ടം ഗാർഡിംഗ് ഏഞ്ചൽസ് ആണ്, അഥവാ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന, അവരെ ഗാർഡ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ദൂതന്മാർ. അഞ്ചാമത്തത് ലിവിങ് ക്രീച്ചേഴ്സ്, ജീവികൾ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചാമത്തെ കൂട്ടർ. അങ്ങനെ 5 നിലയിൽ ദൈവദൂതന്മാരെ കുറിച്ച് പൊതുവായ ഒരു പഠനം, ചിന്ത തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാമത്തെ കൂട്ടരാണ് പ്രധാന ദൂതന്മാർ, ആർക്കേഞ്ചൽസ്. നമുക്കറിയാം, ഒരു ആർമിക്കകത്ത് റാങ്ക് വൈസിലാണ് അവരെ വേർതിരിച്ചിരിക്കുന്നത്. ക്യാപ്റ്റനുണ്ട്, മേജറുണ്ട്, ജനറലുണ്ട്, ഹവീൽദാറുണ്ട്. ഇങ്ങനെ ഓരോ നിലകളിൽ, ഓരോ ആർമിയിൽ ഇങ്ങനെ അവർക്കൊരു റാങ്ക് ഓർഡർ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ സൈന്യത്തിനുമുണ്ട്. നമുക്കറിയാം, DGPയുടെ താഴെ ADGPയും, ADGPയുടെ താഴെ IG-യും, അതിൻ്റെ താഴെ SP-യും, അതിൻ്റെ താഴെ DYSPയും, അതിൻ്റെ താഴെ സർക്കിൾ ഇൻസ്പെക്ടറും, അതിൻ്റെ താഴെ SI-യും, അതിൻ്റെ താഴെ കോൺസ്റ്റബിളും ഒക്കെ നിൽക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ദൂത സൈന്യത്തിനും ഒരു റാങ്ക് കാറ്റഗറി ഉണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പ്രധാന ദൂതൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കില്ല. ആർക്കേഞ്ചൽസ്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന വളരെ സുപരിചിതമായ ഒരു വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതെ, പ്രധാന ദൂതന്റെ ശബ്ദം. ആരാണ് ഈ പ്രധാന ദൂതൻ? ആർക്കേഞ്ചൽസ്. യൂദായുടെ ലേഖനം 1-ാം അധ്യായം, ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മോശയുടെ ശരീരത്തിന് വേണ്ടി, തൻ്റെ ആ ഭൗതിക ശരീരത്തിന് വേണ്ടി വാദിക്കുന്ന, വഴക്കുണ്ടാക്കുന്ന, തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തിയെ ശാസിച്ചകറ്റിയ, വിരട്ടി ഓടിച്ച പ്രധാന ദൂതനായ മീഖായേൽ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വരും എന്ന് നമ്മൾ വായിച്ചപ്പോൾ ആ പ്രധാന ദൂതന്റെ പേര് യൂദായുടെ ലേഖനത്തിൽ വെളിപ്പെടുത്താൻ വിട്ടുപോയില്ല. പ്രധാന ദൂതനായ മീഖായേൽ എന്നു തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ പ്രധാന ദൂതനായ മീഖായേലിന്റെ ഇടപെടിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണമായ ഒരു വിഷയമുണ്ടായാൽ
അത് നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ തീരാവുന്നതേ ഉള്ളൂ. അവിടെയാണ് ആ കേസുകൾ എടുക്കുന്നതും അവിടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും. അത് പിന്നെ വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകുമ്പോഴാണ് എസ് പിമാരെയും ADGPമാരെയും DGPമാരുടെയും ഒക്കെ അടുക്കലേക്ക് ഈ വിഷയങ്ങൾ പോകുന്നത്, അവിടെയൊക്കെ കേസുകൾ ഫയൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിനകത്ത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ വായിച്ചു. പ്രധാന ദൂതന്റെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടിടത്ത് മാത്രമേ ആ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്തിടത്തെല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ പ്രവർത്തിച്ചു പോയ പശ്ചാത്തലങ്ങളുണ്ട്. അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ദാനിയേൽ പ്രവാചകന്റെ ഉപവാസവും പ്രാർത്ഥനയും. ദാനിയേൽ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരംഭിച്ച സമയത്ത് തന്നെ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ അവിടെ എത്തി. ഗബ്രിയേൽ ദൈവത്തിന്റെ മറുപടിയുമായി ദാനിയേലിന്റെ അടുക്കൽ വന്നപ്പോൾ ആ ദേശത്തെ ഭരിക്കുന്ന ദേശാന്തര ശക്തിയായ പാർസി പ്രഭുവിന്റെ പേർഷ്യൻ ആ അതോറിറ്റി അല്ലെങ്കിൽ ആ ഡിമോണിക് പവർ, ആ ശക്തി പ്രധാന ദൂതനായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരിൽ പ്രധാനിയായ മറ്റൊരു ദൂതനായ ഗബ്രിയേലിനെ അവിടെ തടയുവാനിടയായി. എന്നാൽ നമുക്ക് ആ ഭാഗം കർത്തൃദാസൻ വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം. 10-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. ഇതാരാ പറയുന്നത്? ഇത് പറയുന്നത് ഗബ്രിയേൽ മാലാഖയാണ്, ദൂതനാണ്. എന്നാൽ പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടേച്ച്. അപ്പോ വിശുദ്ധ ബൈബിളിനകത്ത് ഗബ്രിയേൽ ദൂതൻ മറുപടിയുമായി വരുമ്പോൾ ആ ദൈവികമായ മറുപടിയെ തടയുവാൻ ശ്രമിച്ച പൈശാചിക മണ്ഡലം അവിടെ വ്യക്തമാണ്. എന്നാൽ ഗബ്രിയേൽ ആരുടെ സഹായം ആവശ്യപ്പെട്ടു? ഗബ്രിയേൽ ദൂതൻ പ്രധാന ദൂതനായ മീഖായേലിന്റെ സഹായം ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ താഴെ നിൽക്കുന്ന ഒരു ഓഫീസർ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഓഫീസറിനോട് ഇമെയിൽ അയക്കുന്നത് പോലെ, മെസ്സേജ് കൊടുക്കുന്നത് പോലെ, ആ ഓഫീസറിന്റെ ഇടപെടിയിൽ ആ വിഷയത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഗബ്രിയേൽ ദൂതനെ സഹായിക്കുവാനായി പ്രധാന ദൂതനായ മീഖായേലിന്റെ ഇടപെടലുകൾ ഉണ്ടായി. അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങൾ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരുമില്ല. സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ, അവിടെ മൈക്കിളിനെ കുറിച്ച് മീഖായേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മൈക്കിൾ യുവർ പ്രിൻസ് എന്ന വാക്കാണ്. നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുവാൻ ആരുമില്ല. അപ്പോൾ പ്രധാന ദൂതനായ മീഖായേലിന്റെ ഇടപെടലുകൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെ ഒന്നും ഒരു ശക്തികൾക്കും ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവെങ്കിൽ ആ പ്രധാന ദൂതനായ മീഖായേൽ തന്റെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ തന്നെ പൈശാചിക മണ്ഡലങ്ങളെ കീറിമുറിച്ചുകൊണ്ട് എനിക്ക് ആ കാര്യം ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ കർത്താവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മീഖായേലിന്റെ ആ വോയിസോടും കൂടെ മധ്യാകാശത്തിൽ വരുന്ന കാഴ്ച, അത് ഒരു വിശുദ്ധനായ ഒരു ദൈവവേദന ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആഴം എത്ര വലുതാണ് എന്നുള്ള സത്യം നാം വ്യക്തമാക്കുന്നു. ഇവിടെ ദൂതന്മാരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖയുടെ ആവശ്യമനുസരിച്ച് പ്രധാന ദൂതനായ മീഖായേലിന്റെ ഇടപെടലുകൾ ആ വിഷയത്തിൽ ഉണ്ടായത് ഈ ഭാഗത്ത് നിങ്ങൾ വായിച്ചു. ഇതേ സംഭവം തന്നെ വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 7,
8, 9 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. നോക്കാം, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അടുത്ത വാക്യം കൂടെ വായിക്കാം നമുക്ക്. 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ വെളിപ്പെട്ടതായ സ്തോത്രം ഒരു വലിയ യുദ്ധമാണ്. 7-ാം വാക്യത്തിൽ മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. എന്നാൽ മീഖായേലിനെയും ദൈവത്തിന്റെ ദൂതന്മാരെയും ആ മഹാസർപ്പത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ സൈന്യത്തെ ലൂസിഫറിന്, സാത്താന്, മഹാസർപ്പത്തിന് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ സൈന്യാധിപന്റെ അടുക്കൽ ചെല്ലാൻ പറ്റുമോ? ഹല്ലേലൂയ. സൈന്യം ഇത്ര ശക്തിയാണെങ്കിൽ രാജ്യം എത്ര പവർഫുൾ ആണ്, ആ രാജ്യത്തിന്റെ ഭരണാധികാരി എത്ര ശക്തനാണ്. ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്നത് വല്ലതും മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ മഹാസർപ്പത്തെ വെട്ടി ആ പൈശാചിക ശക്തികൾക്ക് അതിനെ ജയിക്കുവാൻ പറ്റിയില്ല എന്ന് എഴുതിയിരിക്കുമ്പോൾ നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം എത്രയോ വലിയവൻ. 1-ാമത്തെ ദൂതന്മാരുടെ റാങ്കിങ്ങിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ തെളിയിച്ചത് വചനത്തിൽ നിന്ന് പ്രധാന ദൂതൻ മീഖായേൽ. 2-ാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് സാറാഫുകളാണ്. സാറാഫുവിനെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് വേദഭാഗങ്ങളിൽ നിന്നും ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിലാണ്. ആ സമയത്ത് സാറാഫുകൾ ദൈവത്തെ ആരാധിച്ച ഒരു ഭാഗം, അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് ചിറകടിച്ചു. ദൈവദാസനെ, അവരുടെ ആ രൂപം, അവരെന്ത്, സാറാഫുകൾ എന്ത് എന്നുള്ളത്, ആ ഏഞ്ചൽസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് 2-ാം വാക്യത്തിൽ വ്യക്തമാണ്. താഴോട്ട് വായിക്കാം. സാറാഫുകൾ അവന്റെ ചുറ്റും നിന്നു. യെസ്, ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. ഒരു ദൂതന് 6 ചിറകുണ്ടായിരുന്നു. അതിൽ 2 ചിറക് കൊണ്ട് അവർ മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് അവർ കാൽ മൂടി, 2 ചിറകുകൾ കൊണ്ട് അവർ പറന്നു. 6 ചിറകുകളുള്ള സാറാഫുകൾ. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാറാഫുകൾ ദൈവത്തിന്റെ ദൂതന്മാർ. 3-ാമത്തെ കാറ്റഗറി കെരൂബുകളാണ്. കെരൂബുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒത്തിരി അറിവുകളില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ സഭായോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരുന്നു. പക്ഷെ ഈ ഭാഗങ്ങളെല്ലാം ഞാൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവെഴുത്തുകളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ നിന്ന് വ്യക്തിപരമായി പറയാനൊന്നും എനിക്കില്ല. കഥകളോ ഉദാഹരണങ്ങളോ വേറെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ ബാലൻസോ ഒന്നും ഇവിടെ പറയാനില്ല. തിരുവെഴുത്തിൽ നിന്ന് മാത്രം പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സത്യത്തിൽ ഈ ഭാഗങ്ങളെല്ലാം ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കർത്താവിൻ്റെ വലിപ്പം, നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, അവൻ എത്ര സർവശക്തനെന്നോർത്ത് നെടുമ്പാട് വീണ അനുഭവങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം നിങ്ങളും അത്, ഈ ദൈവം എത്ര വലിയവനാണ് എന്നുള്ളത് മനസ്സിലാക്കട്ടെ. അവൻ്റെ സൈന്യം ഇത്ര ശക്തമാണെങ്കിൽ അവൻ എത്ര വലിയവനാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. കെരൂബുകളെ കുറിച്ച് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഈ കെരൂബുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ്. വിശേഷമായ സ്ഥാനമാണ് ദൈവം കെരൂബുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ
23, 24 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു, അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആദത്തെയും ഹൗവയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കാരണം പിശാച് അവിടെ പ്രവേശിച്ചു. സാത്താന്യ ശബ്ദങ്ങൾക്ക് അവർ വിധേയപ്പെട്ടു. ദൈവത്തോട് അവർ അനുസരണക്കേട് കാണിച്ചു. അവർ വ്യവസ്ഥ ലംഘനം നടത്തി. ഈ കാരണത്താൽ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇറക്കിക്കളഞ്ഞു. എന്നിട്ട് ദൈവം എന്നാ ചെയ്തേ? 24 വാക്യത്തിൽ, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയായി നിർത്തി. അവിടെ ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയായി നിർത്തി എന്നെഴുതിയിരിക്കുമ്പോൾ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ആൻഡ് എ ഫ്ലേമിംഗ് സോഡ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കത്തി നിൽക്കുന്ന, ജ്വലിക്കുന്ന, തീ കത്തി നിൽക്കുന്ന വാളും പിടിച്ചുകൊണ്ട് തോട്ടത്തെ കാക്കുന്ന കെരൂബ്. തോട്ടം കാക്കുവാൻ ദൈവം കെരൂബുകളെ വഴിത്തലയ്ക്കൽ വഴി കാപ്പാൻ ഏദനിൽ അതിൻ്റെ തോട്ടത്തിന് കിഴക്ക് ഭാഗത്ത് നിർത്തി എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. അവിടെ തൊട്ട് കെരൂബുകളെ കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാം. ഇനി ഈ കെരൂബുകളുടെ രൂപം, അവരെങ്ങനെയാണ് ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് വലിയ ഒരു വിശ്വാസം ഈ മേഖലയിൽ വർദ്ധിക്കണം. ഹല്ലേലൂയ. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ കെരൂബുകളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. എഗസ്കേൽ സ്വർഗം തുറന്ന് ദിവ്യമായ, വളരെ ഡിവൈൻ ആയിട്ടുള്ള വിഷനുകൾ കണ്ടു. വായിക്കാം. യഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദേ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ബുസ്സിയുടെ മകൻ എഹസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവന്റെ മേൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളി കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം ഞാൻ കണ്ടു. അവയുടെ രൂപമോ, അവയ്ക്ക് കെരൂബുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവയുടെ രൂപമോ, അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. വായിക്കാം. ഓരോന്നിന് 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയും ആയിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യ കൈ ഉണ്ടായിരുന്നു. 4 മുഖങ്ങളും ചിറകുകളും ഇങ്ങനെ ആയിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നൊട്ടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. അവയുടെ മുഖരൂപമോ, അവയ്ക്ക് മനുഷ്യ മുഖം ഉണ്ടായിരുന്നു. 4നും വലത്ത് ഭാഗത്ത് സിംഹമുഖവും ഇടത്ത് ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു, മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. 4നും വലത്ത് ഭാഗത്ത് സിംഹമുഖവും ഇടത്ത് ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകമുഖമുണ്ടായിരുന്നു. ആ രൂപമൊന്നും we can't imagine that. നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിനും അപ്പുറമാണ് സ്വർഗം. നാമൊക്കെ ചിന്തിച്ചതിനും വായിച്ചതിനും പഠിച്ചതിനും ഒക്കെ അപ്പുറമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ വേലയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ദൈവത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ വലിപ്പം, അവൻ എത്ര വലിയവനാണെന്നുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ കുറേ കൂടെ ആഴമായി വർദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതേ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഉടനീളം കെരൂബുകളെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന്റെ ദാസനെ 10-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ? 20-21 വാക്യം. ഇത് ഞാൻ കേബാർ നദീതീരത്ത് വെച്ച്
ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. ചിറകിൻ കീഴെ മനുഷ്യ കൈ പോലെ ഒന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കെരൂബുകളെ എവിടെയാണ് ദൈവം പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഇനി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ആരായിരുന്നു സാത്താൻ? സാത്താൻ ഒരിക്കൽ ആരായിരുന്നു? ലൂസിഫർ ഈ ദൂതന്മാരുടെ കൂട്ടത്തിൽ ആരായിരുന്നു? ലൂസിഫർ ഒരു കെരൂബായിരുന്നു. ലൂസിഫർ ഒരു കെരൂബായിരുന്നു. കെരൂബുകളുടെ ദൂതന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു. തെളിയിക്കാൻ പോവുകയാണ് ബൈബിളിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, കയ്യിൽ നിന്നൊന്നും എനിക്ക് പറയാനില്ല. വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഇവിടെ തെളിയിക്കലും തകർക്കലും ഒന്നും അല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. എഹെസ്കേലിന്റെ പ്രവചന പുസ്തകം തന്നെ എടുത്തോ, 28-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോ. സാത്താൻ ആരായിരുന്നെന്നും അവൻ എന്ത് സംഭവിച്ചെന്നും അവിടെ വ്യക്തമാണ്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ഒരു സമയത്ത് ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു നീ ഒരു സമയത്ത് അഗ്നിമയമായ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ, നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നീ നടപ്പിൽ, ഇത് ലൂസിഫറിനെ കുറിച്ച്, സാത്താനെ കുറിച്ചാണ് പറയുന്നത്. നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മൂടിക്കളഞ്ഞു. അപ്പോൾ ലൂസിഫർ ആരായിരുന്നു? ലൂസിഫർ കെരൂബായിരുന്നു. ദൈവദൂതന്മാരുടെ കൂട്ടത്തിൽ കെരൂബായിരുന്നു ഈ ലൂസിഫർ അഥവാ സാത്താൻ. ഇനി ഈ കെരൂബുകൾ എന്താണ് ചെയ്യുന്നത്? ദൈവം എവിടെയാ വസിക്കുന്നത്? ദൈവം വസിക്കുന്നത് കെരൂബുകൾക്ക് മുകളിലാണ്, കെരൂബുകൾക്ക് മീതെയാണ്. വളരെ ചിന്തിക്കേണ്ട 2 ഭാഗങ്ങൾ, വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എഹെസ്കേൽ 28 നിന്ന് സാത്താൻ കെരൂബായിരുന്നുവെന്നും അവനെയാണ് ദൈവം വെട്ടി താഴേക്ക് കളഞ്ഞതെന്നും വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞതെന്നും നമുക്ക് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമായി. ഓക്കെ, ഇനി നിങ്ങൾ സങ്കീർത്തന പുസ്തകങ്ങൾ 18-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരിളിൽ അവന്റെ കാൽ കീഴിൽ ഉണ്ടായിരുന്നു. 10-ാം വാക്യത്തിൽ ഞാൻ കാണുന്നത്, അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവൻ കാറ്റിന്റെ ചിറകിന്റെ മേലിരുന്ന് പറപ്പിച്ചപ്പോൾ ദൈവം സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ ഒരു വാഹനമാക്കി കെരൂബുകളെ മാറ്റിയതായി കാണുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനെ, എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പുതിയ നിയമത്തിൽ കെരൂബുകളെ കുറിച്ച് പറയുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവനെ കാറ്റിന്റെ ചിറകിന്റെ മേൽ പറപ്പിച്ചു എന്ന് സങ്കീർത്തനം 18-10 എഴുതിയിരിക്കുമ്പോൾ എബ്രായർ 9-4-5 വാക്യങ്ങൾ, അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിന്റെ അകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിന്റെ മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിന്റെ മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഞാൻ പ്രസംഗിച്ച കുറച്ചു മുമ്പ് പറഞ്ഞ അതേ കാര്യം പൗലോസ് പറഞ്ഞു. സ്വർഗത്തെക്കുറിച്ചും ദൈവദൂതന്മാരെ കുറിച്ചും അവന്റെ സൈന്യത്തെക്കുറിച്ചും അവന്റെ മഹത്വത്തെക്കുറിച്ചും പഠിപ്പിക്കാനോ പറഞ്ഞ് അവതരിപ്പിക്കാനോ പറ്റില്ല. ഒറ്റ വാക്കിൽ പറയാം, എന്റെ ദൈവം സർവശക്തൻ. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല.
അവനെപ്പോലൊരു സൈന്യാധിപൻ ലോകത്തിലില്ല. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുൻപിൽ നെടുംപാട് വീഴാനല്ലാതെ വീണ് വണങ്ങാനല്ലാതെ എനിക്ക് മറ്റൊന്നും സാധിക്കുന്നില്ല. അത്ര വലിയവനാണ് എൻ്റെ ദൈവം. ഈ കെരൂബുകൾക്ക് മീതെയാണ് ദൈവം വസിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഒത്തിരി റെഫറൻസുകൾ ഈ ഭാഗത്തിൽ നിന്നുണ്ട്. 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം, 2 സാമുവേൽ ചാപ്റ്റർ 6 വേർഡ് 2, 2 ശമൂവേൽ 6:2 കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ. നിങ്ങൾ ഓർക്കണം, കെരൂബുകൾക്ക് മുകളിലാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അതിന് മീതെയാണ്, താഴെ കെരൂബുകളാണ്. ആ കെരൂബുകൾക്ക് മുകളിൽ അവൻ വസിക്കുന്നു. ഈ കെരൂബുകളിൽ ഒരു കെരൂബായിരുന്നു വീണുപോയ പിന്നത്തേതിൽ ലൂസിഫർ എന്ന് വിളിക്കുന്ന സാത്താൻ എന്ന് പറയുന്നത്. അതാണ് എഹെസ്കേൽ പ്രവചന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഈ കെരൂബായ സാത്താൻ ലൂസിഫർ തന്റെ തൊട്ടുമുകളിൽ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന സൈന്യാധിപനായ ദൈവത്തിന്റെ മഹത്വവും സ്വർഗവും ആരാധനയും അവന്റെ വലിപ്പവും കണ്ടപ്പോൾ ഈ കെരൂബിന്റെ അകത്തൊരു തോന്നലുണ്ടായി, എന്റെ തൊട്ടുമുകളിലാണ് ദൈവം ഇരിക്കുന്നത്, കുറച്ച് താഴെയാണ് ഞാൻ നിൽക്കുന്നത്, എനിക്കെന്തുകൊണ്ട് അവിടെ എത്തിക്കൂടാ? ആ സിംഹാസനത്തിൽ എൻ്റെ സിംഹാസനം സ്ഥാപിച്ചുകൂടാ? എനിക്കെന്തുകൊണ്ട് ദൈവത്തിന് കിട്ടേണ്ട മഹത്വവും പുകഴ്ചയും കിട്ടിക്കൂടാ എന്ന ചിന്ത തൊട്ട് താഴെ നിന്ന് ചിന്തിച്ച കെരൂബിന്റെ ചിന്തയെ തൊട്ടുമുകളിലിരുന്ന ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ദൈവം തിരിച്ചറിഞ്ഞ് അവനെ വെട്ടി അവനോടൊപ്പം നിന്ന ആ ദൂതന്മാരെയും ഭൂമിയിലേക്ക് ഇട്ടു. അതാണ് ഇന്ന് നാം കാണുന്ന സാത്താന്യ സൈന്യം. അപ്പോൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, കെരൂബുകൾ ദൈവദൂതന്മാരിൽ എത്ര പ്രാധാന്യതയുള്ളവരാണ്. ഒന്നാമത് പ്രധാന ദൂതന്മാർ, നിങ്ങൾ കേട്ടു വചനത്തിൽ നിന്ന്. രണ്ടാമതായി സറാഫുകൾ, നിങ്ങൾ കേട്ടു വചനത്തിൽ നിന്ന്. മൂന്നാമതായി കെരൂബുകൾ. നാലാമത്തെ കൂട്ടരാണ് ഗാർഡിംഗ് ഏഞ്ചൽസ്, അഥവാ സംരക്ഷണം നൽകുന്ന ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറയുന്നത്. അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ അബ്രഹാമിനെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ വന്നത്. അപ്പോ അബ്രഹാമിന്റെ സന്തതിയെ ഗാർഡ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ഇനി ഈ ഭാഗത്തിൽ നിന്നും ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എപ്പോഴും ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാനെന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇതൊന്നും, ചിലർ പറയാറുണ്ട് ഞാൻ ദൂതന്മാരെ ഓപ്പറേറ്റ് ചെയ്യുന്നു, നമുക്ക് പറ്റില്ല. നമുക്കാർക്കും ദൈവത്തിന്റെ ദൂതന്മാരെ ഓപ്പറേറ്റ് ചെയ്യാനോ ദൈവദൂതന്മാരോട് കൽപ്പിക്കാനോ ദൈവദൂതന്മാരോട് പറയാനോ പറ്റില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൂതന്മാരോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. ദൂതന്മാരോട് പ്രാർത്ഥിക്കുന്നത് ദുരുപദേശമാണ്. ദൂതന്മാരോട് കൽപ്പിക്കുന്നു, ദൂതന്മാരോട് പറയുന്നു, ഞാനിപ്പോൾ ഇതാ ദൂതനെ ഇറക്കുന്നു, തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ അതെനിക്ക് വളരെ വ്യക്തമായി. ദൂതന്മാർ മധ്യസ്ഥരല്ല, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങളുടെ വാക്കിന്റെ പിറകിൽ ഇറങ്ങുന്നവരല്ല ദൂതന്മാർ, നിങ്ങളുടെ വാക്കിന് ചുവട് വെക്കുന്നവരല്ല ദൂതന്മാർ. ശ്രദ്ധിക്കുക, സങ്കീർത്തനം 103:20 നമ്മളുടെ കുറിവാക്യം, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരെ അവനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ പുറപ്പെടുന്നവരാണ് ദൈവത്തിന്റെ സൈന്യം അഥവാ ദൈവത്തിന്റെ ദൂതന്മാർ.
ആ ദൈവം നമുക്ക് വേണ്ടി അത് സെറ്റ് ചെയ്തിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. ഭാരത രാജ്യത്തിലെ ജനങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സൈന്യം എഴുന്നേറ്റ് നിൽക്കുന്നു. ഓരോ രാജ്യത്തിന്റെയും സൈന്യം ആ രാജ്യത്തിനു വേണ്ടിയും ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്ന മനുഷ്യരെന്ന് പറയുന്ന നമ്മളുടെ കമാൻഡ്മെന്റ് കേൾക്കാൻ നിൽക്കുന്നവരല്ല, നമ്മുടെ കമാൻഡ്മെന്റിൽ മൂവ് ചെയ്യുന്നവരല്ല. അവരുടെ സൈന്യാധിപനായ യഹോവ, അവന്റെ വാക്കിന്റെ മുൻപിൽ, അവന്റെ ആജ്ഞയുടെ മുമ്പിൽ അവൻ പുറപ്പെടും. സർവോപരി ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു ട്രൂത്ത്, ദൈവവചനം നാം പറയുമ്പോൾ, ദൈവവചനം നാം പ്രഖ്യാപിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ആജ്ഞ, അവന്റെ ശബ്ദം എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ദൈവദൂത സൈന്യം ചലിക്കുന്നത് നമ്മളുടെ എന്തോ കലബല പറയുന്ന ശബ്ദത്തിനകത്തല്ല, നമ്മൾ അടിക്കുന്ന വാചകമടിക്കകത്തല്ല ദൂതന്മാർ ചലിക്കുന്നത്. ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോഴും മൂവ് ചെയ്യുന്നത് ദൈവവചനത്തിന്റെ മുൻപിലാണ്. ദൈവത്തിന്റെ ദൂതന്മാർ മൂവ് ചെയ്യുന്നത്, അവരുടെ പ്രവർത്തികൾ അവർ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കൽപ്പനയുടെ മുൻപിലാണ്. അങ്ങനെങ്കിൽ അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ കാൽ ഒരു കല്ലിൽ പോലും തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. എന്റെ കാൽ, സങ്കീർത്തനം 91:12, എന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാരെ, ഹല്ലേലൂയ, എനിക്ക് സംരക്ഷണത്തിനായി അവൻ നിർത്തുന്നു. അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, അങ്ങനെയല്ലേ 12-ാം വാക്യത്തിൽ, നിന്റെ എല്ലാ 11-ാം വാക്യത്തിൽ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ, ഗാർഡ് ചെയ്യുവാൻ ദൈവം ആരെ അസൈൻ ചെയ്യുന്നു, ദൈവം ആർക്ക് ഓർഡർ കൊടുക്കുന്നു, ദൈവം ആരെ ചാർജ് ചെയ്യുന്നു, ദൈവത്തിന്റെ ദൂതന്മാരെ ചാർജ് ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മള് പലരും ചിന്തിക്കാറുണ്ട്, ആ ദൂതന്മാരെ ഞാൻ പോവുകയാണ്, നിങ്ങൾ എന്റെ നടക്കത്തില്ല. ദൈവത്തോട് പറയണം, യേശു കർത്താവേ, സ്വർഗീയ പിതാവേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞാൻ ഇങ്ങനൊരു കാര്യത്തിന്റെ നടുവിലൂടെ പോകുന്നു, നിന്റെ ദൂതന്മാരെ നീ എനിക്കായി കാവലായി നിർത്തണമേ, നിന്റെ ദൂതന്മാരെ നീ എനിക്കായി അയക്കണമേ. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി അലോ ചെയ്യണം, ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യണം. കാരണം ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങളെ കാക്കണമെങ്കിൽ ആ ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കേണ്ട, കൽപ്പിക്കേണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംരക്ഷിച്ചത് ദൈവമാണ്, നമ്മളെ ഇവിടം വരെ നടത്തിയത് ദൈവമാണ്. ദൈവദൂതന്മാർക്ക് കൽപ്പന കൊടുത്ത്, ദൈവദൂതന്മാരെ ചാർജ് ചെയ്ത് നമുക്ക് വേണ്ടി അവരെ മുൻപിൽ അയച്ചത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹത്വം ദൂതന്മാർക്കല്ല, മഹത്വം മനുഷ്യർക്കല്ല, പുകഴ്ചയും ബഹുമാനം ലോകത്തിലെ ആർക്കുമല്ല, നാം സേവിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക്. അവന്റെ വലിപ്പത്തെ തിരിച്ചറിയുക, അവന്റെ മഹത്വത്തെ മനസ്സിലാക്കുക. ആ കർത്താവിന് ഈ സഭായോഗത്തിങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക.